25 വർഷക്കാലമായി സഞ്ജീവനി സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ നെടുന്തൂണായിരുന്നു ഡയറക്ടർ ഫാദർ ജേക്കബ് വട്ടേക്കാട്. അദ്ദേഹത്തിന്റെ നിർമ്മലമായ സ്നേഹവും കരുതലുമാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിച്ചത്. ഇവിടെയുള്ള രോഗികളുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് അവരെ സഹായിക്കുന്നതുൾപ്പെടെ ഈ ഭവനത്തിൻ്റെയും പ്രഷ്യസ് സ്കൂളിൻ്റെയും ഒരുപക്ഷെ സാധാരണ ആളുകളിൽ അറപ്പുളവാക്കാനിടയുള്ള ശുശ്രൂഷകൾ ഉൾപ്പെടെ നിറഞ്ഞ മനസ്സോടെ ആനന്ദത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ ഇവിടെ നിന്ന് യാത്രയാകുമ്പോൾ ഞങ്ങൾക്ക് തൊഴുകൈകളോടെ നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഫാദർ ജേക്കബ് വട്ടേക്കാടിന്റെ നേതൃത്വത്തിൽ സഞ്ജീവനി ഒരു സാധാരണ പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും മാറ്റം കണ്ടു. ചികിത്സയ്ക്കും പ്രത്യാശയ്ക്കും വേണ്ടി ആളുകൾ എത്തിച്ചേരുന്ന ഒരു വീടാണ് സഞ്ജീവനി റീഹാബിലിറ്റേഷൻ സെന്റർ. രോഗികളോടൊപ്പം തന്നെ സ്റ്റാഫുകളെയും ഈ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ ഫാദർ ജേക്കബ് എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു. ആദ്യം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ മേഖലയിൽ വരുന്നെന്ന് ഒരു ട്രാൻസ്ഫർ വെച്ചപ്പം തന്നെ ഉള്ളിൽ ഭയങ്കര ഭയമായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശുശ്രൂഷ മേഖലയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ശാരീരികമായൊരു അസുഖമൊക്കെ വരുന്ന ആൾക്കാരെ ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര കെയർ ആയിരിക്കും. അതേസമയത്ത് ഈ മാനസികമായ അസുഖവും ഇതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അച്ഛൻ്റെ കൂടെയുള്ള ഈ ശുശ്രൂഷയാണ്. ഈ മേഖലയെക്കുറിച്ച് എനിക്കൊന്നും തന്നെ അറിയത്തില്ലായിരുന്നു. അച്ഛൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അതിലേക്ക് കൂടുതലായിട്ട് വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജേക്കബ് അച്ഛൻ്റെ കീഴിൽ എനിക്ക് 2 കൊല്ലത്തോളം ഏകദേശം വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കർ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറേ ബോധ്യങ്ങളും തിരിച്ചറിവുകളും എനിക്ക് അച്ഛനിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അച്ഛൻ എനിക്കൊരു നല്ല മെൻറ്ററായിരുന്നു. എന്നെ ഒത്തിരി തിരുത്താനും അല്ലെങ്കിൽ ഒത്തിരി സ്പിരിച്വൽ ഗൈഡൻസ് തരാനും ഒക്കെ അച്ഛൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതിലുപരി ഒരു നല്ല മനുഷ്യനായിട്ട് സമൂഹത്തിൽ ജീവിക്കാനുള്ള ബോധ്യങ്ങളും അച്ഛൻ എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പേര് സഞ്ജീവിനി എന്നാണെങ്കിൽ അച്ഛൻ്റെ സ്നേഹമാണ് ഇവിടുത്തെ മൃതസഞ്ജീവിനി. അച്ഛൻ പുതുതായി ഏറ്റെടുക്കുന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം അച്ഛനോടൊപ്പം എന്നും ഉണ്ടാകും. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രാർത്ഥനയും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ 3 വർഷക്കാലമാണ് ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നത്. അച്ഛൻ എന്നെ സ്വന്തം മോളെക്കൂട്ട് കണ്ട് സ്നേഹിച്ചു. ആ അച്ഛന് എൻ്റെ 1000 ആശംസകൾ ഞാൻ സ്നേഹത്തോടെ നേരുന്നു. ഒരു പിതാവിൻ്റെ സ്നേഹവും കരുതലും ഒരമ്മയുടെ വാത്സല്യവും ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജേക്കബ് അച്ഛന്, അച്ഛൻ പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശ്വരന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആരോഗ്യവും കൊടുത്ത് അച്ഛനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം സഞ്ജീവനിയുടെയും പ്രഷ്യസ് സ്കൂളിൻ്റെയും എല്ലാ പ്രാർത്ഥനാശംസകളും നേർന്നുകൊള്ളുന്നു. സഞ്ജീവനിയിലെ ഓരോ വ്യക്തിക്കും ഓരോരോ കഥകളുണ്ട്. ആ കഥകളിലെല്ലാം ഫാദർ ജേക്കബ് വട്ടേക്കാട് ഒരു ഭാഗം തന്നെയാണ്. ഒറ്റപ്പെടുത്തിയവരെ പോലും ചേർത്ത് നിർത്തിയ ഏവരുടെയും ഡാഡി. അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെയും അർദ്ധരാത്രിയും പിന്നിട്ടും അച്ഛൻ ഓരോ കാര്യങ്ങൾക്കും എടുക്കുന്ന ശുഷ്കാന്തിയും ഉത്സാഹവും, അത് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിൽ പോലും അച്ഛൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇപ്പോൾ കുടിക്കാൻ സാധിക്കുമെങ്കിൽ അതുകൂടി ഏൽപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾ പോലും കണ്ടറിഞ്ഞ് ഓടിയെത്തുന്ന ഒരു നല്ല പിതാവാണ് നമ്മുടെ പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ. അച്ഛനോടൊപ്പം ഈ ഭവനത്തിൽ ഏകദേശം 5 വർഷത്തോളം എനിക്കായിരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അച്ഛൻ പ്രത്യേകിച്ചും സ്നേഹവും കരുണയും അർഹിക്കുന്ന ആളുകളോടുള്ള നമ്മുടെ സമീപനത്തിൽ എപ്രകാരമായിരിക്കണമെന്നുള്ളതിൻ്റെ നല്ലൊരു റോൾ മോഡലായിട്ട് എനിക്ക് അച്ഛനെ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും സഞ്ജീവനിയിലുള്ള ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളും മറ്റും അറിഞ്ഞ് അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായവും ആശ്വാസവും പ്രത്യാശയും നൽകാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അച്ഛൻ പറയാറുണ്ട്, എൻ്റെ മക്കളെ വിശക്കാനായിട്ട് അനുവദിക്കരുത്, എൻ്റെ മക്കൾക്ക് ചികിത്സ ലഭിക്കാതെ പോകരുത്, എൻ്റെ മക്കൾക്ക് ആരും തുണയില്ലാതെ പോകരുത്. അങ്ങനെ ഒരു മനുഷ്യായുസ്സിൽ ഒരാൾക്ക് ഒരേ സമയം പിതാവും മാതാവും ഒക്കെ ആയിരിക്കാൻ കർമ്മം കൊണ്ട് അദ്ദേഹം അതിൻ്റെ പരമാവധിയിൽ പ്രയത്നിക്കുന്നുണ്ട്. ഞാനതിന് സാക്ഷിയാണ്. സഞ്ജീവനിയുടെ മാത്രമല്ല, നെടുങ്കുന്നം പ്രഷ്യസ് സ്കൂൾ ഫോർ ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ്റെയും ഡയറക്ടർ കൂടിയായിരുന്നു ഫാദർ ജേക്കബ് വട്ടേക്കാട്. സ്കൂളിലെ ഓരോ കുട്ടികൾക്കും പഠിക്കുവാനും വളരുവാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാനും അദ്ദേഹം ഇന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. പ്രഷ്യസ് സ്കൂൾ എന്നുള്ള അച്ഛൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അത് ആദ്യമേ ലേണിംഗ് ഡിസബിലിറ്റി, ADHD അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു എങ്കിൽ പിന്നീട് ഓട്ടിസം
ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കാരണം ഏറ്റവും കൂടുതൽ പേരൻസ് സഹിക്കുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓട്ടിസം ഉള്ള കുട്ടികളെ മാനേജ് ചെയ്യുക, അവരുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുക എന്നതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ അവരെ അഭിമുഖിയ ഏറ്റവും വലിയ പ്രശ്നം. അതിനൊരു പരിഹാരമാകാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പേരൻസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് അച്ഛൻ ഈ പ്രഷ്യസ് സ്കൂളിലെ ഓട്ടിസം കെയർ സെൻറ്റർ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് അച്ഛന് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ളൊരു കഴിവാണ്. എന്ത് പ്രശ്നമാണെങ്കിലും അതെന്തായാലും സംസാരിച്ച് തീർക്കാനുള്ള ഒരു എബിലിറ്റി. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ കരുതുവാനും സ്നേഹിക്കുവാനും, അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഞങ്ങളെ ഓരോരുത്തരെയും അച്ഛൻ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെ ഞങ്ങളെയൊക്കെ വളരെ ഇഷ്ടത്തോടെ ഒരു കുടുംബം എന്ന നിലയിൽ അച്ഛനെ കൊണ്ടുപോകാൻ സാധിച്ചു. ഫാദർ ജേക്കബ് പട്ടക്കാട്ടിൻ്റെ കർമ്മങ്ങളെക്കാളും അദ്ദേഹം ഇവിടെ നടത്തിയ വികസനങ്ങളെക്കാളും ഉപരി അദ്ദേഹം മറ്റുള്ളവരിലുണ്ടാക്കിയ മാറ്റങ്ങളാണ് എന്നും അച്ഛനെ വ്യത്യസ്തനാക്കിയിരുന്നത്. കഴിഞ്ഞ 25 വർഷങ്ങളായി നിസ്തുലമായ ശുശ്രൂഷകൾ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള ശുശ്രൂഷകൾ ചെയ്തിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കോട്ടയം ലൂർദ് പള്ളിയുടെ ഫൊറോന വികാരിയായി സ്ഥലം മാറിപ്പോകുന്നത്. അത്രയേറെ ഒരു വലിയ മനുഷ്യനെ ആ ഇടവകയ്ക്ക് അവരുടെ അമരക്കാരനായി വികാരിയായി ലഭിക്കുന്നതിൽ ഈ ഭവനം ഏറെ ആനന്ദിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആനന്ദിക്കുകയാണ്. സഞ്ജീവനിയുടെ മുറ്റത്ത് നിന്ന് ശാരീരികമായി പതുക്കെ യാത്ര തിരിക്കുന്നെങ്കിലും എന്നും അച്ഛൻ്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ വിഷയമായി സഞ്ജീവനി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സഞ്ജീവനിയിലെ എല്ലാ അന്തേവാസികളുടെ പേരിലും, പ്രഷ്യസ് സ്കൂളിലെ കുട്ടികളുടെ പേരിലും, എല്ലാ ജീവനക്കാരുടെയും പേരിലും ഞങ്ങളുടെ സ്വന്തം ജേക്കബ് അച്ഛന് ഒരുപാട് നന്ദി. എന്ന് സ്വന്തം സഞ്ജീവനി ഫാമിലി.